കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്നും ഓണും അറ്റും ടൈം ഡിനോട്ട് ചെയ്യാനായി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കിയത്. ഇന്ന് നമുക്ക് അതൊരു പൊസിഷൻ ഡിനോട്ട് ചെയ്യാനായി എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. 1 by 1 ആയി തന്നെ നോക്കാം. ഫസ്റ്റ് ഓൺ. എക്സാമ്പിൾ വെച്ച് തന്നെ തുടങ്ങാം. ദ ക്യാറ്റ് ഇസ് ഓൺ ദ ടേബിൾ. ദ ബുക്ക് ഇസ് ഓൺ ദ ഷെൽഫ്. ഹീ ഈസ് ഓൺ ദ കൗച്ച്. ഇതിൻ്റെ എല്ലാം മീനിങ് എന്താണ്? അവർ അതിൻ്റെ മേളിലാണ്, അതായത് അവൻ ആ കൗച്ചിൻ്റെ മേളിലാണ്, അല്ലെങ്കിൽ ക്യാറ്റ് ആ ടേബിളിൻ്റെ മേളിലാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സർഫസ് ഇതിലെല്ലാം ഇൻവോൾവ് ആണ്. ആ സർഫസിൻ്റെ മേളിൽ ഒരു കാര്യം ഇരിക്കുമ്പോഴാണ് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓൺ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ദ കീ ഈസ് ഇൻ ദ പൗച്ച്. ദ ബുക്ക് ഈസ് ഇൻ ദ ബാഗ്. എന്തിൻ്റെങ്കിലും ഉള്ളിൽ ഒരു കാര്യം ഇരിക്കുമ്പോഴാണ് നമ്മളത് ഇൻ വെച്ച് പറയുന്നത്. ഇനി അതുപോലെ അറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സ്പെസിഫിക് ആയ ഒരു ടൈമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അറ്റ് യൂസ് ചെയ്ത് ഓർക്കുന്നില്ലേ? അറ്റ് 3 AM. അതുപോലെ ഒരു സ്പെസിഫിക് പ്ലേസിനെ കുറിച്ച് പറയുമ്പോഴാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വിൽ മീറ്റ് യു അറ്റ് ദ എയർപോർട്ട്. വിൽ സീ യു അറ്റ് ദ സ്കൂൾ. എയർപോർട്ടിൽ വെച്ച് കാണാം, സ്കൂളിൽ വെച്ച് കാണാം. ഇവിടെയെല്ലാം നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ അറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നും ഓണും അറ്റും എങ്ങനെയാണ് പൊസിഷനെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓൺ യൂസ് ചെയ്യുന്നത് ഒരു സർഫസ് ഇൻവോൾവ് ആയിരിക്കുന്ന സ്ഥലത്താണ്. ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ. ഇൻ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം എന്തിൻ്റെങ്കിലും ഉള്ളിലിരിക്കുമ്പോഴാണ്. ദ കീ ഈസ് ഇൻ ദ ബാഗ്. അതുപോലെ അറ്റ് യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. വിൽ മീറ്റ് അറ്റ് ദ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഈ 3 യൂസേജസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ടൈം വെച്ച് ഡിനോട്ട് ചെയ്യുമ്പോൾ ഇന്നും ഓണും അറ്റും എങ്ങനെയാണ് പറയുന്നത്, അതുപോലെ പ്ലേസിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇന്നും ഓണും അറ്റും എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഇനി ഇതൊരിക്കലും മാറിപ്പോവില്ലല്ലോ. ഒന്നുകൂടി ഈ വീഡിയോ കണ്ട് ഒന്നുകൂടി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. സോ എവറിബഡി ഹാവ് എ ഗുഡ് ഡേ. ബൈ.